നമസ്കാരം. പ്രായപൂർത്തിയായ ഒരാൾ ആരുടെയെങ്കിലും പാദപൂജ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം എന്ന് അവഗണിക്കാം. എന്നാൽ കുട്ടികൾ പാദപൂജ ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അത് ശുദ്ധ മാടമ്പിത്തരമാണ്. ജന്മിമാർ അടിമകളെ കൊണ്ട് ചെയ്യിച്ചിരുന്നതാണ് പാദപൂജയും പാദസേവയുമൊക്കെ. നമ്മുടെ കുട്ടികൾ ആരുടെയും പാദസേവകരാവേണ്ടവരല്ല. പാദപൂജ കൊണ്ട് സൃഷ്ടിക്കുന്നത് പാദസേവകരെയാണ്. പാദത്തെ എന്നല്ല, വ്യക്തികളെ പോലും കുട്ടികൾ പൂജിക്കേണ്ടതില്ല. ഗുരുക്കന്മാരോട് ബഹുമാനം മാത്രമേ ആവശ്യമുള്ളൂ. പൂജനീയ ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. ബഹുമാനം കാണിക്കുക എന്നാൽ അവരുടെ അറിവിനെ അംഗീകരിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. കുട്ടികൾ ധിക്കാരികൾ ആകരുതെന്നേയുള്ളൂ. പക്ഷേ ചോദ്യം ചെയ്യുന്നവരാകണം. തല ഉയർത്തി നിന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. തല കുമ്പിട്ട് നിന്ന് പാദം കഴുകുന്നവരല്ല ഉണ്ടായി വരേണ്ടത്.